ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 5-ാം വാക്യം. അപ്പോൾ ആ പുരുഷന്മാർ, നാം ഈ ദാനിയേലിന്റെ നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. ദാനിയേലിനെ സിംഹക്കുഴിയിലിടുന്ന രംഗമാണ് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൽ വിഷയീഭവിപ്പിച്ചിരിക്കുന്നത്. ദാനിയേൽ വിശ്വസ്തനായിരുന്നതുകൊണ്ടും ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ടും ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അവിടെ ഉണ്ടായിരുന്ന അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതികളും ശ്രമിക്കുകയാണ്. പക്ഷേ ഒരു കാര്യത്തിൽ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ അവനെതിരെ ഒരു കാരണവും കണ്ടെത്തുവാൻ നമുക്ക് കഴിയില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്ന കാര്യത്തിൽ ദാനിയേൽ മുൻപന്തിയിലായിരുന്നു. ഏതൊക്കെ എതിർപ്പ് വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചോ ദൈവത്തിൻ്റെ ആരാധന സംബന്ധിച്ചോ അല്ലാതെ മറ്റു യാതൊരു നിലയിലും കുറ്റം കണ്ടുപിടിക്കുവാനായിട്ട് കഴിയില്ല എന്നവർ നിശ്ചയിച്ചു. പ്രിയമുള്ളവർ, ഇത് വളരെ പ്രാധാന്യമാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം സംബന്ധിച്ചോ ദൈവിക പ്രമാണം സംബന്ധിച്ച് നാം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് പ്രാമുഖ്യമുള്ള കാര്യമാണ്. എല്ലാം പ്രതികൂലമായാലും ദാനിയേൽ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ദൈവം ദാനിയേലിന് അനുകൂലമാവുകയും ചെയ്തു.